ഡൽഹിയിലെ സിവിൽ സർവീസ് പരിശീലന കേന്ദ്രത്തിൽ വെള്ളം കയറി മരിച്ച മലയാളി വിദ്യാർത്ഥി നെവിൽ ഡാൽവിൻ എറണാകുളം സ്വദേശിയാണ്. നെവിലിന്റെ വീട്ടിൽ നിന്നും ഇപ്പോൾ മിഥുൻ മുരളി ചേരുകയാണ്. മിഥുൻ, അവിടെ നിന്നുള്ള വിവരങ്ങൾ. രോഹിണി, കാലടിയിലുള്ള നിവിൻ്റെ വീട്ടിലാണ് ഞാനുള്ളത്. ഇവർ തിരുവനന്തപുരം സ്വദേശികളാണ്. നിവിൻ്റെ മാതാവ് കാലടി സംസ്കൃത സർവകലാശാലയിലെ അധ്യാപികയാണ്. അച്ഛൻ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനുമായിരുന്നു. നിവിൻ്റെ മാതാവിൻ്റെ ജോലിയുടെ ഭാഗമായിട്ടാണ് ഇവർ ഇവിടെ ഈ വീട് വയ്ക്കുകയും താമസം ആരംഭിക്കുകയും ചെയ്തത്. തിരുവനന്തപുരം സ്വദേശികളാണ് ഇവർ. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തേക്കായിരിക്കും നിവിൻ്റെ മൃതദേഹം എത്തിക്കുക എന്നുള്ള വിവരമാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്നത്. ഇവിടുത്തെ വാർഡ് മെമ്പർ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ മൃതദേഹം എത്തിക്കുന്നതും മറ്റ് അനുബന്ധ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള എന്തെല്ലാം വിവരങ്ങളാണ് അറിയാൻ കഴിയുന്നത്? അപ്പോൾ തന്നെ നിവിൻ്റെ മാതാപിതാക്കൾ എവിടെയാണ്? ഇപ്പോൾ വീട്ടിലേക്ക് വരുമോ? മാതാപിതാക്കൾ ഇന്ന് ഞായറാഴ്ചയുണ്ട്. അവർ CSI വിഭാഗത്തിൽപ്പെട്ട ക്രിസ്തീയ സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ അവരുടെ പള്ളി പ്രാർത്ഥനയ്ക്ക് പോയിരിക്കുന്ന ആലുവയിലാണ്. അപ്പോൾ ഞാൻ രാവിലെ വിവരം അറിഞ്ഞപ്പോൾ സാറിനെ വിളിച്ചപ്പോൾ പറഞ്ഞത് ഞാൻ വിവരം അറിഞ്ഞു, പക്ഷേ ബാക്കി ഡീറ്റെയിൽസൊക്കെ പിന്നെ പറയാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇപ്പം മാതാപിതാക്കന്മാർ ഇവിടെ വീട്ടിലേക്ക് വരുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം ജോലിയുമായി ബന്ധപ്പെട്ട് സാംസ്കൃതിക സർവകലാശാലയിൽ പ്രൊഫസറാണ്. അപ്പൻ റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് റിട്ടയർഡ് ചെയ്തിട്ടുള്ള ആളാണ്. ജോലിയുമായി ബന്ധപ്പെട്ടാണ് എനിക്ക് തോന്നുന്നു ഒരു 10 വർഷത്തിലേറെയായി, 14 വർഷമായി ഇവിടെ താമസം തുടങ്ങിയിട്ട്. എങ്കിലും മക്കളെല്ലാവരും വിദ്യാഭ്യാസപരമായി പുറത്തായതുകൊണ്ട് മക്കളായിട്ട് കൂടുതൽ കണക്ഷനില്ല. എങ്കിലും ടീച്ചറും മറ്റ് സാറുമായിട്ടൊക്കെ നല്ല കണക്ഷനിലാണ്. അത്യാവശ്യം രാവിലെ ജോലിക്ക് പോകും, വൈകിട്ട് അങ്ങനെ കൂടുതൽ അടുത്തിടപഴകും. പിന്നെ പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അയൽവക്കമായിട്ട് അധികം കൂടുതൽ ബന്ധങ്ങളില്ല. എങ്കിലും ഇവിടെ ബന്ധുക്കൾ ആരും ഇല്ലാത്തതുകൊണ്ട് മിക്കവാറും തിരുവനന്തപുരം സ്വദേശികളാണ്. അപ്പോൾ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകാനാണ് സാധ്യത. അച്ഛനും അമ്മയും വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ വിവരം അറിയാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അച്ഛനമ്മ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്, എത്തുമെന്നാണ് പറഞ്ഞത്. ഈ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ ആയിട്ട് ഇവിടെ നിന്നും നാട്ടിൽ നിന്നും ആരാണ് ഡൽഹിയിലേക്ക് പോകുന്നത്? അങ്ങനെ എന്തെങ്കിലും വിവരം ലഭിച്ചത്? അതൊരു ബന്ധു ഇന്നത്തെ 3:30 ഫ്ലൈറ്റിന് അവരുടെ ഒരു ബന്ധു ഡൽഹിക്ക് പോയിട്ടുണ്ട്. പിന്നെ മന്ത്രി രാജീവ്, നമ്മുടെ MP എല്ലാവരും ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും ഇനി അവിടെ എത്തിക്കഴിയുമ്പോൾ മൃതദേഹം ഏറ്റുവാങ്ങാൻ ആരെങ്കിലും ഉണ്ടെങ്കിലാണല്ലോ അടുത്ത നടപടി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നാളെ ആയിരിക്കാം പോസ്റ്റ്മോർട്ടം നടപടികൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അറിഞ്ഞിട്ടുള്ളത്. മന്ത്രി രാജീവ് ഇപ്പം എന്നെ വിളിച്ചിരുന്നു. അതുപോലെ തന്നെ MLA ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. MLA ഹൈബീഡനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ നീക്കിയിട്ടുണ്ട്. നിലവിലെ അറിയിപ്പ് പ്രകാരം സംസ്കാരം മറ്റ് നടപടികളൊക്കെ തിരുവനന്തപുരത്തായിരിക്കും അല്ലേ? ആയിരിക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കാരണം ഇവിടെ അവർക്ക് പ്രത്യേകിച്ച് ബന്ധുക്കളൊന്നുമില്ല. അത് മാത്രമല്ല സാമുദായികമായിട്ടും അവരുടെ മതം ഇല്ലാത്തത് കൊണ്ട് അവിടെ ആയിരിക്കാനേ സാധ്യതയുള്ളൂ. ബന്ധുക്കളൊക്കെ തിരുവനന്തപുരത്താണ് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എങ്കിലും സാറും ടീച്ചറും ഇപ്പോൾ ഇങ്ങോട്ട് വരണുണ്ട്. വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ആലുവയിൽ പള്ളിയിലാണ് നിവിൻ്റെ മാതാപിതാക്കൾ ഇപ്പോൾ ഉള്ളത്. അതിനുശേഷം അവർ വീട്ടിലേക്ക് വരും. തുടർന്നായിരിക്കും മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾക്ക് ഒരു തീരുമാനമുണ്ടാകും. നിലവിൽ അറിയിച്ചിരിക്കുന്ന വിവരങ്ങൾ പ്രകാരമാണെങ്കിൽ തിരുവനന്തപുരത്തേക്കായിരിക്കും മൃതദേഹം എത്തിക്കുക എന്നുള്ളതാണ്. മൃതദേഹം എത്തിക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്റ്മോർട്ടം മറ്റ് നടപടിക്രമങ്ങൾ മൃതദേഹം ഏറ്റുവാങ്ങുന്ന കാര്യങ്ങൾക്കുമൊക്കെയായിട്ട് നിവിൻ്റെ ബന്ധു ഇന്ന് 3:30-ക്കുള്ള വിമാനത്തിൽ ഡൽഹിയിലേക്ക് തിരിക്കും എന്നാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. മറ്റ് ബന്ധുമിത്രാദികളോ ഒന്നും എറണാകുളം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവർക്കില്ല. ഇവർ തിരുവനന്തപുരം സ്വദേശികളും മറ്റ് ബന്ധുമിത്രാദികളുമെല്ലാം ഉള്ളത് തിരുവനന്തപുരത്താണ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തേക്കായിരിക്കും മൃതദേഹം എത്തിക്കുക. മറ്റ് കാര്യങ്ങൾ ഇത് സംബന്ധിച്ചിട്ടുള്ള സംസ്കാരമടക്കമുള്ള കാര്യങ്ങളിൽ മാതാപിതാക്കൾ വീട്ടിലേക്ക് എത്തിയതിന് ശേഷം തീരുമാനമുണ്ടാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. നിവിൻ അങ്ങനെ വീടുമായിട്ട് അങ്ങനെ അത്ര വന്നു പോകുന്ന ആളൊന്നുമല്ല. ഡൽഹി കേന്ദ്രീകരിച്ചു തന്നെയായിരുന്നു പഠനവും മറ്റു കാര്യങ്ങളുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. JNU വിദ്യാർത്ഥി, ഒപ്പം അതിനുശേഷം സിവിൽ സർവീസ് അക്കാദമിയിൽ പഠനത്തിന് ചേരുന്നു. ആ ഒരു സമയത്താണ് ഇങ്ങനെയൊരു ദാരുണമായ ഒരു സംഭവം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന വാർഡ് മെമ്പർ പറഞ്ഞിരിക്കുന്ന പ്രകാരം ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ പഠനവും മറ്റു കാര്യങ്ങളുമൊക്കെ ആയിട്ട് നിവിൻ മുന്നോട്ട് പോകുകയായിരുന്നു. മാതാപിതാക്കളാണെങ്കിലും 10 വർഷത്തോളമായി ഇവിടെ വീട് വാങ്ങിച്ചിട്ട് കാലടിയിലെ അധ്യാപികയാണ്. സംസ്കൃത വിദ്യാലയത്തിലെ സംസ്കൃത കോളേജിലെ അധ്യാപികയാണ് നിവിൻ്റെ മാതാവ്. പിതാവ് പോലീസ് റിട്ടയർഡ് ഉദ്യോഗസ്ഥനുമാണ്. അപ്പോൾ മാതാവിൻ്റെ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയാണ് 10 വർഷം മുൻപ് ഇവിടെ വീട് വാങ്ങിക്കുകയും ഇവിടെ താമസമാക്കുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് ബന്ധുമിത്രാദികൾ ഒന്നും ഇവിടെ ഇവർക്ക് ഇല്ല. തിരുവനന്തപുരത്താണ്
മറ്റ് മതപരമായ കാര്യങ്ങളും പള്ളി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും എല്ലാം ഉള്ളത്. അതുകൊണ്ട് അവിടേക്കായിരിക്കും സംസ്കാര ചടങ്ങുകളും ആയിട്ട് മൃതദേഹം കൊണ്ടുപോകുക. ഇത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരപ്രകാരം തിരുവനന്തപുരത്തേക്ക് തന്നെയായിരിക്കും. അത് അന്തിമ തീരുമാനം അല്പസമയത്തിനുള്ളിൽ പള്ളിയിൽ ഉള്ള അവരുടെ നിവിൻ്റെ മാതാപിതാക്കൾ രണ്ടുപേരും വീട്ടിലേക്ക് എത്തും. അതിനുശേഷം ഒരു ഔദ്യോഗിക അറിയിപ്പ് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ വാർഡ് മെമ്പർ ഇപ്പോൾ നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരപ്രകാരം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് 3:30-ക്കുള്ള ഫ്ലൈറ്റിൽ ഡൽഹിയിലേക്ക് നിവിൻ്റെ ബന്ധു ഡൽഹിക്ക് പോവുകയും മൃതദേഹം ഏറ്റുവാങ്ങുകയും ചെയ്യുമെന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. രോഹിണി. ശരി മിഥുൻ. ഡൽഹിയിലെ സിവിൽ സർവീസ് പരിശീലന കേന്ദ്രത്തിൽ വെള്ളം കയറി മരിച്ച മലയാളി വിദ്യാർത്ഥി നെവിൽ ഡാൽവിൻ്റെ എറണാകുളം സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നുമാണ് മിഥുൻ മുരളി വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.